മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ ജൈവചന്ത ജനശ്രദ്ധയാകർഷിച്ച് വലിയ വിജയമായി കഴിഞ്ഞു. മാത്തിൽ പരിഷത്ത് ഭവനിൽ ആഴ്ചതോറും നടന്നുവരുന്ന ചന്ത ഒരു കാലഘട്ടത്തിന്റെ വിഷരഹിതമായ ഉൽപ്പന്നങ്ങളുടെ അടയാളം കൂടിയാവുകയാണ്. നാട്ടുനന്മയുടെ പ്രതീകങ്ങളായി പഴയകാലത്ത് ഓരോ കവലകളിലും നാട്ടുചന്തകൾ ഉണ്ടായിരുന്നു. പഴയ ആ കാർഷിക പ്രതാപത്തെ തിരിച്ചുപിടിക്കുകയാണ് മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മ. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ജൈവ കർഷകരെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മയും അവരുടെ ചന്തയും. ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്ത വിളകളാണ് ചന്തയിൽ വിപണനത്തിനായി എത്തിക്കുന്നത്. ഇത് ഉറപ്പുവരുത്താനായി കൃത്യമായ മേൽനോട്ടവുമുണ്ട്. ചീര, വെണ്ട, കൂർക്ക, മധുരക്കിഴങ്ങ്, കൂമ്പ്, മത്തനിര, നേന്ത്രപ്പഴം, കായ ചിപ്സ്, പച്ചക്കപ്പ, കയ്പ, ഇഞ്ചി എന്നിങ്ങനെ പോകുന്നു ഇവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മ മാത്തിലും ഈ പ്രദേശത്തുള്ള ജൈവ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ മാത്തിൽ പരിഷത്ത് ഭവൻ്റെ ഓഫീസിന് മുമ്പിലായിട്ടാണ് ജൈവചന്ത നടത്താറുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർഷകർ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിൻ്റെ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയോട് എത്തിക്കുകയും അവരവർ തന്നെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതുപയോഗിച്ച് നിർമ്മിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമുണ്ട്. വിഷരഹിത ഭക്ഷണം പ്രിയപ്പെട്ടവർക്ക് എന്നതാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം തന്നെ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവോൽപ്പന്നങ്ങൾ, അതാണ് അടിവരയിട്ട് പറയുന്നത്. ജൈവോൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുകയും അത് കർഷകർ തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇടനിലക്കാരില്ല. എത്രയാണോ വില നിശ്ചയിക്കുന്നത് അത് കർഷകരാണ് നിശ്ചയിക്കുന്നത്. ഇതിൽ ആരും മീഡിയേറ്ററായിട്ട് ഇതിൻ്റെ ഇടയിൽ ആരുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.